അടൂരിലെ UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാറിനെ കൊലക്കേസ് പ്രതിയാക്കി ലഘുലേഖ വിതരണം ചെയ്ത സംഭവത്തിൽ 3 പേർ പിടിയിലായി. അടൂർ പോലീസ് സ്റ്റേഷനിൽ 2 പേരും ഏനാത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരാളുമാണ് പിടിയിലായത്. LDF പ്രവർത്തകരാണ് ഇത്തരം നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യുന്നതെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രതിഷേധിച്ചു. തനിക്കെതിരെ അങ്ങനെയൊരു കേസ് ഇല്ലെന്ന് പറഞ്ഞ CV ശാന്തകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞു. കളക്ടർ സത്യസന്ധമായ അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്തണമെന്നാണ് പറയുന്നത്. എനിക്ക് ആരെ ശിക്ഷിക്കണമെന്ന് എനിക്കില്ല. സത്യസന്ധമായ അന്വേഷണം നടത്തണമെന്നാണ് ഞാൻ എന്റെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. എന്റെ വക്കീൽ ഭാഗത്ത് ഞാൻ എന്റെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. നിലവിൽ ഒരു കേസ് എനിക്കില്ല. ഞാൻ പത്തനംതിട്ട പാർലമെന്റ് ബാങ്ക് മെമ്പറാണ്. ഞാൻ ഈ കോടതിയിലും പ്രാക്ടീസ് ചെയ്യുന്ന വക്കീൽ. എന്റെ ഫയൽ ഇപ്പോഴും RDOയുടെ മുന്നിലുണ്ട്. ഞാൻ പ്രതിയാണെന്നാണ് നിലവിൽ ഞാൻ പ്രതിയാണ്. ഞാൻ ശിക്ഷിക്കപ്പെട്ട പ്രതിയാണെന്നാണ് പറയുന്നത്. ഒരു കോടതി എന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്റെ നിലവിൽ ഒരു കേസ് പോലും എനിക്കില്ല. എന്നെ ആക്ഷേപിക്കാൻ എന്റെ കണ്ണന്റെ ജീവൻ ഇല്ലാതാക്കിയ പോലെ, MG കണ്ണനെ ഇല്ലാതാക്കിയ പോലെ എന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത്. ഇതേ തെരഞ്ഞെടുപ്പിൽ MG കണ്ണനെ ഇവിടെ ഇരുന്നു, ഞാനും ഇവിടെ ഇരുന്നു. ഇതിവരുടെ സ്ഥിരം പദവിയായി മാറ്റിയിരിക്കുകയാണ്. വളരെയധികം സങ്കടമുണ്ട്. തെരഞ്ഞെടുപ്പാണ്, ജനാധിപത്യമാണ്. ജനങ്ങൾ തീരുമാനിക്കട്ടെ ആര് ജയിക്കണം ആര് തോൽക്കണമെന്ന്. ഞാൻ അതിനെ അംഗീകരിക്കുന്ന ആളാണ്. ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്, ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, സൈബർ സെല്ലിന് പരാതി കൊടുത്തിട്ടുണ്ട്. സൈബർ സെല്ലിൽ നിന്ന് അതെല്ലാം നീക്കം ചെയ്തിട്ട് എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഫോണിൽ ഇപ്പോഴും മെസ്സേജ് റെക്കോർഡ് എടുത്തിട്ടുണ്ട്. ശാന്തകുമാറിനെതിരെയുള്ള എല്ലാം നീക്കം ചെയ്തിട്ട് ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീടാണ് ആ മാറ്റർ തന്നെയാണ് ഇപ്പൊ നോട്ടീസായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. നോട്ടീസ് വെച്ച് പേര് വെച്ചിറങ്ങിയോട്ടെ, പേര് വെച്ചിറങ്ങിയോ എനിക്ക് കുഴപ്പമില്ല. അതേസമയം പിടികൂടിയവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ചിറ്റയം ഗോപകുമാർ പോലീസ് സ്റ്റേഷനിലെത്തി. നടപടി പ്രതിഷേധാർഹമാണെന്നും സ്ലിപ്പ് വിതരണം ചെയ്ത LDF പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്തതെന്നുമാണ് പറയുന്നത്. UDFന് വേണ്ടി കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുകയാണെന്നും ചിറ്റയം ഗോപകുമാർ ആരോപിക്കുന്നു. ഇവർ രണ്ടുപേരും രാവിലെ സ്ലിപ്പ് വിതരണം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് UDFന്റെ ഒരു പ്രവർത്തക മോനിഷ എന്ന് പറഞ്ഞ പ്രവർത്തകയും 4-5 പേരും കൂടെ വന്നിട്ട് യാതൊരു കാരണമില്ലാതെ ഇവരെ വണ്ടി തടഞ്ഞിട്ട് താക്കോൽ ഊരി കൊണ്ടുപോയിട്ട് പോലീസിനെ വിളിച്ചു. പോലീസ് വന്നപ്പോൾ അവരുടെ കൈവശം ഇരുന്ന അവരുടെ കയ്യിൽ നിന്ന് നോട്ടീസ് എടുത്ത് കൊടുത്തിട്ട് എവരാണ് വിതരണം ചെയ്തതെന്ന് പറഞ്ഞ് ഇവരെ പോലീസ് കൊണ്ട് പിടിപ്പിച്ചു. ഞങ്ങൾ അതറിഞ്ഞിട്ട് സ്റ്റേഷനിൽ വന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങൾ ഈ നോട്ടീസ് കണ്ടിട്ടില്ല. UDFന് വേണ്ടി ബോധപൂർവമായി ഈ 2 പേരെ പോലീസിന്റെ ഒത്താശയോടുകൂടി അറസ്റ്റ് ചെയ്തു. ഇപ്പം ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരിൽ ഇടതുപക്ഷ നേതാക്കന്മാരെല്ലാവരും ഉണ്ട്. ഞങ്ങൾ പോലീസുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് കാര്യം ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ നിരപരാധികളാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ 2 പേരും വിട്ടയച്ചു. പക്ഷേ ഇവർ രണ്ടും ക്ഷീണമുണ്ട്, അവർ ഹൃദ്രോഗിയാണ്, അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാമാണ്. അവർ നന്നായിട്ട് മോനിഷയും അരുണും അവരുടെ അച്ഛനും കൂടെ ചേർന്ന് നന്നായിട്ട് ഉപദ്രവിച്ച് വണ്ടി തള്ളി താഴെ ഇട്ടു. അതിന്റെ പേരിൽ അവർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്, കേസെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഇവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പോകാം. അതേസമയം UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാറിനെതിരെ കേസെടുക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്ന ചട്ടം ലംഘിച്ചെന്നാണ് കണ്ടെത്തൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.